നമസ്കാരം. പ്രവാസ ലോകത്തെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും ആഘോഷ കാഴ്ചകളുമായി ഗൾഫ് ന്യൂസ് വീക്കിന്റെ പുതിയ ലക്കം ആരംഭിക്കുന്നു. സ്വാഗതം. ഗൾഫ് ന്യൂസ് വീക്കിൽ ആദ്യം ഗൾഫ് ന്യൂസ് വീക്ക് സ്പെഷ്യൽ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായ് വിസ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കി. ദുബായ് സന്ദർശക ടൂറിസ്റ്റ് വിസകളിൽ എത്തുന്നവർ ഇൻഷുറൻസ്, മടക്കയാത്രാ ടിക്കറ്റ്, ബന്ധുക്കളുടെയോ താമസിക്കുന്ന ഹോട്ടലിന്റെയോ വിവരങ്ങൾ എന്നിവയും ഇമിഗ്രേഷനിൽ കൈമാറണം. കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെയുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കുകയാണ് ദുബായ് വിമാനത്താവളം അധികൃതർ. സന്ദർശക വിനോദസഞ്ചാര വിസയിൽ ദുബായിലെത്തുന്നവർ യാത്ര പുറപ്പെടും മുൻപ് നിബന്ധനകളെല്ലാം ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം. 96 മണിക്കൂറിനുള്ളിൽ ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ്, വിസ കാലാവധി കഴിയുമ്പോൾ ദുബായിൽ നിന്നും മടങ്ങിപ്പോകുമെന്ന് ഉറപ്പുവരുത്തുന്ന മടക്കയാത്രാ ടിക്കറ്റ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ നിർബന്ധമായും കയ്യിലുണ്ടായിരിക്കണം. ക്വാറന്റൈനിൽ കഴിയുന്നത് എവിടെയായിരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഒപ്പം ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ ക്വാറന്റൈൻ അടക്കമുള്ള ചെലവിനുള്ള പണവും കരുതണം. സൗദി അറേബ്യ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്നും നേരിട്ട് വിമാനം പോകാത്തതിനാൽ ഒട്ടേറെ മലയാളികൾ ദുബായിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമാണ് ഇരു രാജ്യങ്ങളിലേക്കും പോയിരുന്നത്. ഇങ്ങനെ ദുബായിലെത്തുന്നവരിൽ പലരും വിമാന സർവീസിലെ കുറവും ടിക്കറ്റ് നിരക്കിലെ വർധനയും കാരണം വിസ കാലാവധി കഴിഞ്ഞും ദുബായിൽ തങ്ങുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിയമം കർശനമായി നടപ്പിലാക്കുന്നത്. ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിൽ 2 കോടി ദിർഹത്തിന്റെ വികസന പദ്ധതികൾ പൂർത്തിയായി. 2025ഓടെ പ്രതിവർഷം 2 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളാനാകും. 4000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് വികസന പദ്ധതികൾ പൂർത്തിയാക്കിയത്. യാത്രക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാനായി ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആരംഭിച്ച വികസന പ്രവൃത്തികൾ പൂർത്തിയായി. 4 കോടി ദിർഹം ചിലവിട്ട് 4000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. 2025ഓടെ വിമാനത്താവളത്തിന്റെ ശേഷി 20 ദശലക്ഷം യാത്രക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും ചെയർമാൻ അലി സാലം അൽ മിത്ഫ പറഞ്ഞു. കൂടുതൽ യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കുന്നതിന് 4 പുതിയ ഗേറ്റുകൾ ഉൾക്കൊള്ളുന്ന സംയോജിത കെട്ടിടമാണ് ഈസ്റ്റ് എക്സ്പാൻഷൻ പ്രോജക്ട്. 2 നിലകൾ ഉൾക്കൊള്ളുന്ന ഈ പദ്ധതിയിൽ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഭക്ഷണപാനീയ ഔട്ട്ലെറ്റുകളും ഡ്യൂട്ടി ഫ്രീ ഷോപ്പും ഉണ്ടാകും. 9 വെയിറ്റിംഗ് ഏരിയകൾ, സെക്യൂരിറ്റി സ്കാനിംഗ് ഉപകരണങ്ങൾ, നിശ്ചയദാർഢ്യക്കാർക്കുള്ള സൗകര്യം എന്നിവ ഇതിൽ ഉൾപ്പെടും. കഴിഞ്ഞ വർഷം യാത്രക്കാരുടെ എണ്ണത്തിൽ 13% വളർച്ച കൈവരിക്കുകയും 13.6 ദശലക്ഷം യാത്രക്കാരെ വിമാനത്താവളത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നും അലി സലിം അൽ മിത്ഫ പറഞ്ഞു. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് ഓൺലൈൻ. കോവിഡ് പ്രത്യേക സാഹചര്യത്തിൽ UAE യാത്രാ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി രാജ്യം പഴയപടിയിലേക്ക്. കോവിഡ് വ്യാപനത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് നിലവിൽ യാത്രാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത്. വന്ദേ ഭാരതിനും എയർ ബബിൾ കരാറിനും പുറമെ ആദ്യപടിയായി ജൂലൈയിൽ തന്നെ ടൂറിസ്റ്റ് വിസകൾ നൽകുകയും കൂടുതൽ ആളുകൾക്ക് രാജ്യത്തേക്ക് പ്രവേശനം നൽകുകയും ചെയ്തിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നുണ്ടെങ്കിലും നിയമങ്ങൾ ഇടയ്ക്കിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നിലവിൽ അധികൃതർ നൽകിയിരിക്കുന്ന ഇളവോടുകൂടിയ UAE യാത്രാ നിർദ്ദേശങ്ങൾ ഇവയാണ്. UAE പൗരന്മാർ, താമസ വിസയുള്ളവർ, ടൂറിസ്റ്റ് വിസക്കാർ എന്നിവർക്കെല്ലാം UAEയിലേക്ക് പ്രവേശനം ഉണ്ടാകും. ടൂറിസ്റ്റ് വിസക്കാർ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. ടൂറിസ്റ്റ് വിസയിലെത്തുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അല്ലെങ്കിൽ വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാവണം. ജൂലൈ മുതൽ ടൂറിസ്റ്റ് വിസ രാജ്യം അനുവദിച്ചു തുടങ്ങിയിരുന്നു. അതേസമയം വിസിറ്റ് വിസ ഇതേവരെ അനുവദിച്ചിട്ടില്ല. ദുബായിലേക്ക് മറ്റ് എമിറേറ്റിലെ താമസക്കാർ എത്തുമ്പോൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ UAE എൻട്രി ICA.gov.ae എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ദുബായ് താമസ വിസക്കാർക്ക് GDRFA smart.gdrfa.gov.ae എന്ന വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്യണം. ICA വഴി അപേക്ഷിക്കുമ്പോൾ യാത്രക്കാരന്റെ എമിറേറ്റ്സ് ID നമ്പർ, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ടൈപ്പ്, നാഷണാലിറ്റി എന്നിവ കൃത്യമായി വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയ ശേഷം ഗ്രീൻ ടിക്ക് ലഭിച്ചാൽ നിങ്ങൾക്ക് UAE യാത്രാനുമതി ലഭിച്ചു. എന്നാൽ റെഡ് അടയാളമാണ് ലഭിക്കുന്നതെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയില്ല.
എമിറേറ്റുകളിൽ വിമാനമിറങ്ങുന്നവർ വിമാനത്താവളത്തിൽ നടത്തുന്ന കോവിഡ് ടെസ്റ്റിന്റെ ഫലം വരുന്ന 2 ദിവസം മാത്രം ക്വാറന്റൈൻ കഴിഞ്ഞാൽ മതിയാകും. കോവിഡ് പോസിറ്റീവ് കേസുമായി സമ്പർക്കത്തിലേർപ്പെട്ട എല്ലാ പ്രായക്കാർക്കും ഹോം ക്വാറന്റൈൻ നിർബന്ധമാണ്. അബുദാബിയിൽ വിമാനം ഇറങ്ങുന്നവർക്ക് 14 ദിവസം നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമാണ്. UAE-യിലേക്ക് കയറി വരുന്നവരിൽ 12 വയസ്സിന് താഴെയുള്ളവർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല. വിസ ഓൺ അറൈവലിന് യോഗ്യത ഉള്ളവർക്ക് മുൻകൂർ അനുമതിയില്ലാതെ ഷാർജ വിമാനത്താവളം വഴി UAE-യിലെത്താം. വരുന്നവരും പോകുന്നവരും അന്താരാഷ്ട്ര ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കണം. റാസൽ ഖൈമയിൽ നിന്നും മടങ്ങുന്ന അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്ക് സൗജന്യമായി PCR പരിശോധന നടത്തും. റാക്ക് ആശുപത്രിയിലോ അൽ ഹംറ മാളിലെ റാക്ക് മെഡിക്കൽ സെന്ററിലോ ഡിസംബർ 31 വരെ പരിശോധന നടത്താം. ദുബായിലേക്ക് എത്തുന്നവർ COVID-19 D&B സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. മറ്റു എമിറേറ്റുകളിൽ എത്തുന്നവർ അൽ ഹൊസാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ചൈനയുടെ കോവിഡ് വാക്സിൻ സിനോഫാമിന് പിന്നാലെ റഷ്യയുടെ വാക്സിൻ സ്പുട്നിക് 5 പരീക്ഷണം UAE-യിൽ ആരംഭിക്കും. അബുദാബി ആരോഗ്യവകുപ്പാണ് പരീക്ഷണങ്ങൾ നടത്തുക. ചൈനയുടെ കോവിഡ് വാക്സിൻ സിനോഫാമിന് പിന്നാലെ റഷ്യയുടെ വാക്സിൻ സ്പുട്നിക് 5 പരീക്ഷണം UAE-യിൽ ആരംഭിക്കും. UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ അബുദാബി ആരോഗ്യ വകുപ്പാണ് പരീക്ഷണങ്ങൾ നടത്തുക. റഷ്യൻ ഡയറക്ടർ ഇൻവെസ്റ്റ് ഫണ്ട്, റഷ്യൻ സോവറിൻ വെൽത്ത് ഫണ്ട്, UAE ഔരു ഗൾഫ് ഹെൽത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണം. അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനിയായ സോഹയുടെ നേതൃത്വത്തിലാണ് വാക്സിൻ പരീക്ഷണ നടപടി. 3 മാസ വാക്സിൻ പരീക്ഷണ കാലത്തെ സന്നദ്ധ പ്രവർത്തകരുടെ മേൽനോട്ടം ആരോഗ്യവകുപ്പ് നിർവഹിക്കും. റഷ്യയിൽ ആഭ്യന്തര ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുള്ള വാക്സിനാണ് സ്പുട്നിക്. നിലവിൽ മോസ്കോയിലെ 40,000 സന്നദ്ധ പ്രവർത്തകർ വാക്സിൻ പരീക്ഷിക്കുന്നുണ്ട്. 3ാം ഘട്ട പരീക്ഷണത്തിന്റെ ഭാഗമായാണ് UAE-യിൽ പരീക്ഷണം നടക്കുക. ആദ്യഘട്ട ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. പരീക്ഷിച്ചവരിൽ രോഗപ്രതിരോധ ശക്തി നേടാൻ സഹായിച്ച വാക്സിൻ ഇതര പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. റാസൽ ഖൈമ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഈ മാസം 15 മുതൽ എയർ അറേബ്യ സർവീസ് പുനരാരംഭിക്കുന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന വിമാനത്താവളം പൂർണ്ണതോതിലായിരിക്കും സർവീസുകൾ ആരംഭിക്കുക എന്ന് അധികൃതർ അറിയിച്ചു. റാസൽ ഖൈമ രാജ്യാന്തര വിമാനത്താവളത്തിൽ എയർ അറേബ്യ ഈ മാസം 15 മുതൽ സർവീസ് ആരംഭിക്കും. COVID-19 വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന വിമാനത്താവളത്തിൽ പൂർണ്ണ തോതിലായിരിക്കും സർവീസ് പുനരാരംഭിക്കുക എന്ന് അധികൃതർ വ്യക്തമാക്കി. റാസൽ ഖൈമയിൽ നിന്നും യാത്ര ചെയ്യാൻ ആരോഗ്യ ഇൻഷുറൻസ്, യാത്രയ്ക്ക് 4 ദിവസം മുൻപ് എടുത്ത കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ്, ആരോഗ്യം വെളിപ്പെടുത്തുന്ന ഫോം എന്നിവ കരുതിയിരിക്കണം. റാസൽ ഖൈമയിലേക്ക് വരുന്നവർ അൽ ഹൊസാൻ ആപ്പ് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിരിക്കണം. കൂടാതെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നതുവരെ താമസ സ്ഥലത്ത് സെൽഫ് ക്വാറന്റൈൻ, ഹോട്ടൽ അല്ലെങ്കിൽ വീട് എന്നീ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. റാസൽ ഖൈമയിലേക്ക് വരുന്നവരും പോകുന്നവരും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ മാനദണ്ഡങ്ങളോടെ വിമാനത്താവളം വീണ്ടും തുറക്കാൻ അനുവദിച്ചതിൽ UAE സുപ്രീം കൗൺസിൽ അംഗവും റാക്ക് ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ സാക്കർ അൽ കാസിമിയോട് നന്ദിയുണ്ടെന്നും റാക്ക് രാജ്യാന്തര വിമാനത്താവളം CEO സഞ്ജയ് ഖന്ന പറഞ്ഞു. എയർ അറേബ്യ റാസൽ ഖൈമയിൽ നിന്നും വീണ്ടും ആരംഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും CEO ആദിൽ അൽ അലിയും വ്യക്തമാക്കി. ഗൾഫ് ന്യൂസ് വീക്കിൽ ഇനി കാണാം ഗൾഫ് വോയിസ്. മാസ്ക് ഒഴിവാക്കുന്നതും അശ്രദ്ധമായി മാസ്ക് ഉപയോഗിക്കുന്നതും കോവിഡ് വ്യാപനത്തിന് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ. കോവിഡിന് വാക്സിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ മാസ്ക് ഉപയോഗിക്കുന്നതാണ് ഫലപ്രദമായ പ്രതിരോധമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. മാസ്ക് ഒഴിവാക്കുന്നതും അശ്രദ്ധമായി ഉപയോഗിക്കുന്നതും കോവിഡ് വ്യാപനത്തിന് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ. മാസ്ക് താഴ്ത്തിവെച്ച് നടക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. കോവിഡ് വാക്സിൻ ഇല്ലാത്ത സാഹചര്യത്തിൽ മാസ്ക് ആണ് ഏറ്റവും മികച്ച പ്രതിരോധമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. മാസ്ക് അലക്ഷ്യമായി വലിച്ചെറിയുക, ഒരേ മാസ്ക് തുടർച്ചയായി ഉപയോഗിക്കുക തുടങ്ങിയ ശീലങ്ങൾ സമൂഹ വ്യാപനത്തിന് വഴിയൊരുക്കും. നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധനകളും നടപടികളും ഊർജിതമാക്കിയെങ്കിലും ജനങ്ങളുടെ സഹകരണമാണ് പ്രാധാന്യമെന്നും ഒരു വ്യക്തിയുടെ അശ്രദ്ധ സമൂഹത്തെ ബാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. റെസ്റ്റോറന്റുകളിൽ എത്തുന്നവരിൽ പലരും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓർഡർ ചെയ്ത് ഭക്ഷണം എത്തുന്നതുവരെയുള്ള സമയങ്ങളിൽ മാസ്ക് ഇല്ലാതെ അടുത്തുള്ളവരോട് സംസാരിക്കുന്നത് ആരോഗ്യകരമല്ല. അടച്ചിട്ട മുറികളിൽ രോഗവ്യാപന സാധ്യത കൂടുതലാണ്. ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഉപയോഗിച്ച മാസ്കുകൾ താമസ കേന്ദ്രങ്ങളിലെ ലിഫ്റ്റുകളിലും പടികളിലും പാർക്കുകളിലും നടപ്പാതകളിലും ഉപേക്ഷിക്കുന്നതും കണ്ടുവരുന്നുണ്ട്. കട്ടി കുറഞ്ഞ മാസ്കുകൾ കാറ്റിൽ പറത്തുന്നതും രോഗവ്യാപന സാധ്യത കൂട്ടും. UAE-യിൽ പ്രതിദിനം 6,000 മുതൽ 8,000 മാസ്കുകൾ വരെ വിൽക്കുന്നതായാണ് റിപ്പോർട്ട്.
ഷാർജ വിമാനത്താവളം വഴി UAE മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന അബുദാബി അല്ലൈൻ താമസ വിസക്കാർ ICA വെബ്സൈറ്റിൽ എൻട്രി സ്റ്റാറ്റസ് പരിശോധിക്കണം. ഗ്രീൻ ടിക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ യാത്ര പുറപ്പെടാവൂ എന്ന് ഷാർജയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ എയർ അറേബ്യ അധികൃതർ അറിയിച്ചു. ഷാർജ എയർപോർട്ട് വഴി UAE മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന അബുദാബി അലൈൻ താമസ വിസക്കാർ ICA വെബ്സൈറ്റിൽ എൻട്രി സ്റ്റാറ്റസ് പരിശോധിച്ച് ഗ്രീൻ ടിക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി വേണം യാത്ര പുറപ്പെടാനെന്ന് ഷാർജയുടെ ഔദ്യോഗിക വിമാന കമ്പനിയായ എയർ അറേബ്യ അറിയിച്ചു. മറ്റു എമിറേറ്റുകളിലെ താമസ വിസക്കാർക്ക് ഷാർജയിൽ വിമാനമിറങ്ങാൻ നിലവിൽ അനുമതിയുടെ ആവശ്യമില്ല. റാസൽ ഖൈമയിൽ വിമാനമിറങ്ങുന്ന അബുദാബി അലൈൻ താമസ വിസക്കാരും ICA വെബ്സൈറ്റ് പരിശോധിച്ച് യാത്രക്ക് തടസ്സമില്ലെന്ന് ഉറപ്പാക്കണമെന്ന് എയർ അറേബ്യ നിർദ്ദേശിച്ചു. റാസൽ ഖൈമയിലേക്കുള്ള വിമാന സർവീസ് എയർ അറേബ്യ വ്യാഴാഴ്ച പൂർണ്ണതോതിൽ പുനരാരംഭിക്കും. പരിധിയിൽ കൂടുതൽ യാത്രക്കാരെ വാഹനങ്ങളിൽ കയറ്റുന്നത് നിയമലംഘനമാണെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ്. ഇത്തരക്കാർക്ക് പിഴ ചുമത്തുമെന്നും ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 1000 മുതൽ 2000 ദിർഹം വരെ പിഴ ചുമത്തും. ടാക്സികളും സ്വകാര്യ വാഹനങ്ങളും ഇരിപ്പിട ശേഷിയേക്കാൾ കൂടുതൽ യാത്രക്കാരെ കയറ്റുന്നുണ്ട്. ഇതിനു പുറമെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തൊഴിലിടങ്ങളിലേക്ക് ജീവനക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിലും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നുണ്ട്. ട്രക്കുകളിൽ പരിധിയിൽ കൂടുതൽ ചരക്ക് കയറ്റുന്നതും ഗതാഗത നിയമലംഘനമാണ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയതിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റുന്നവർക്ക് പിഴശിക്ഷ ലഭിക്കും. ചില വാഹനങ്ങളിൽ അധിക സീറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതും അനുവദനീയമല്ല. ഇത്തരം നിയമലംഘനങ്ങൾക്ക് 1000 മുതൽ 2000 റിയാൽ വരെയാണ് പിഴസംഖ്യ. നിശ്ചിത യാത്രക്കാരെ മാത്രം വാഹനങ്ങളിൽ പ്രവേശിപ്പിക്കാൻ വാഹന ഉടമകളും ഡ്രൈവർമാരും ശ്രദ്ധിക്കണമെന്നും ട്രാഫിക് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു. പ്രവാസ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് സ്കെച്ചസ്. ദുബായിലെ തെരഞ്ഞെടുക്കപ്പെട്ട മാളുകളിൽ കോവിഡ് പരിശോധനയ്ക്കുള്ള സൗകര്യമൊരുക്കി ദുബായ് ഹെൽത്ത് അതോറിറ്റി. മാൾ ഓഫ് എമിറേറ്റ്സ്, മിർദിഫ് സിറ്റി സെന്റർ, ദേറ സിറ്റി സെന്റർ എന്നീ മാളുകളിലാണ് കോവിഡ് പരിശോധനയ്ക്കുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ദുബായിലെ തിരഞ്ഞെടുക്കപ്പെട്ട മാളുകളിൽ കോവിഡ് പരിശോധന നടത്താൻ സൗകര്യമൊരുക്കി ദുബായ് ഹെൽത്ത് അതോറിറ്റി. മാൾ ഓഫ് എമിറേറ്റ്സ്, മിർദിഫ് സിറ്റി സെന്റർ, ദേറ സിറ്റി സെന്റർ എന്നിവിടങ്ങളിലാണ് പരിശോധന. പൊതുജനങ്ങൾക്ക് ബുക്ക് ചെയ്ത ശേഷം മാളുകളിലെത്തി സൗകര്യം പ്രയോജനപ്പെടുത്താം. കോവിഡ് പരിശോധന നിർബന്ധമാക്കപ്പെട്ട രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരെ ലക്ഷ്യമിട്ടാണ് പരിശോധന തുടങ്ങിയിരിക്കുന്നത്. രാവിലെ 11 മുതൽ വൈകിട്ട് 6 വരെയായിരിക്കും പ്രവർത്തനം. എല്ലാ ദിവസവും ഇവ പ്രവർത്തിക്കും. DHAയുടെ ടോൾ ഫ്രീ നമ്പറായ 800-342 വിളിച്ച് ബുക്ക് ചെയ്ത ശേഷം വേണം പരിശോധനയ്ക്കെത്താൻ. 150 ദിർഹമാണ് നിരക്ക്. അതേസമയം പനിയോ മറ്റു രോഗലക്ഷണമോ ഉള്ളവരെ മാളുകളിലെ പരിശോധനാ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കില്ല. ചികിത്സപരമല്ലാത്ത ആവശ്യങ്ങൾക്കായാണ് പരിശോധന. ചില രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ PCR പരിശോധന ഫലം നിർബന്ധമാണ്. KMCCയുടെ സുരക്ഷാ സ്കീം ധനസഹായ തുക 10 ലക്ഷം രൂപയായി ഉയർത്തി. ഇതുവരെ 5 ലക്ഷം രൂപയായിരുന്നു മരിച്ച അംഗത്തിന്റെ ആശ്രിതർക്ക് നൽകിയിരുന്നത്. 15 വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. ദുബായ് KMCCയുടെ സുരക്ഷാ പദ്ധതിയിലെ സഹായധന തുക 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചതായി പ്രസിഡന്റ് ഇബ്രാഹിം അലൈറ്റിൽ അറിയിച്ചു. പദ്ധതിയിൽ അംഗമായിരിക്കെ മരിച്ചാൽ ഇതുവരെ 5 ലക്ഷം രൂപയായിരുന്നു നൽകിയിരുന്നത്. ഇതാണ് 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അംഗമായിരിക്കെ മരിച്ചാൽ മാത്രമല്ല, പ്രവാസം മതിയാക്കി പോകുമ്പോൾ 15 വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വരെ ധനസഹായമായി നൽകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. പദ്ധതിയിൽ അംഗമായി 30 ദിവസം പൂർത്തിയായ ശേഷം മരിക്കുകയും 30 ദിർഹമിൽ കൂടുതൽ കുടിശ്ശിക ഇല്ലാതിരിക്കുകയും ചെയ്ത അംഗത്തിനാണ് 10 ലക്ഷം രൂപ സഹായമായി നൽകുക. ഇതിനാവശ്യമായ മുഴുവൻ രേഖകളോടുകൂടി അപേക്ഷ സമർപ്പിച്ച് 120 ദിവസത്തിനുള്ളിൽ തുക നൽകും. പദ്ധതിയിൽ ചേർന്ന് 15 വർഷം പൂർത്തിയായ 60 വയസ്സ് തികഞ്ഞവർക്ക് 1 ലക്ഷം രൂപയും, 10 വർഷം പൂർത്തിയായി 60 വയസ്സ് തികഞ്ഞവർക്ക് 75,000 രൂപയും, 15 വർഷം പൂർത്തിയായി 60 വയസ്സ് തികയാത്തവർക്ക് 50,000 രൂപയും, 10 വർഷം പൂർത്തിയായ 60 വയസ്സ് തികയാത്തവർക്ക് 25,000 രൂപയും നൽകും. 5 മുതൽ 10 വർഷം വരെ പൂർത്തിയായവർക്ക് 10,000 രൂപയും, 3 മുതൽ 5 വർഷം വരെ പൂർത്തിയായവർക്ക് 5,000 രൂപയും ക്യാൻസലേഷൻ ആനുകൂല്യമായി നൽകും. എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണമെങ്കിൽ 30 ദിർഹത്തിൽ കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരിക്കാൻ പാടില്ല. മരണാനന്തര ആനുകൂല്യത്തിന് 30 ദിവസവും, ക്യാൻസലേഷൻ ആനുകൂല്യത്തിന് ചുരുങ്ങിയത് 3 വർഷവും, ചികിത്സാ ആനുകൂല്യത്തിന് 90 ദിവസവും സ്കീമിൽ പൂർത്തിയായവർക്ക് മാത്രമേ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരംഗം മരിച്ചാൽ മറ്റംഗങ്ങളിൽ നിന്നും നിലവിൽ ഈടാക്കി വരുന്ന നിശ്ചിത സംഖ്യ സമാഹരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇത് ആദ്യമായാണ് ഗൾഫിലെ ഒരു പ്രവാസി സംഘടന ഇത്തരമൊരു സൗകര്യം ഏർപ്പെടുത്തുന്നത്.
മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CP ബാവ ഹാജി, യഹിയ തളങ്കര, ദുബായ് KMCC ജനറൽ സെക്രട്ടറി മുസ്തഫ തിരൂർ, ട്രഷറർ PK ഇസ്മായിൽ, ഹുസൈനാർ ഹാജി, ഹംസ തൊട്ടി, അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, ഇബ്രാഹിം മുറിച്ചാണ്ടി, റയീസ് തലശ്ശേരി, മുഹമ്മദ് പട്ടാമ്പി, O മൊയ്തു, അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, സാദിഖ് തിരുവനന്തപുരം, ഫാറൂഖ് പട്ടിക്കര, അബൂബക്കർ ഹാജി, നിസാം കൊല്ലം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മലനിരകളും കടൽത്തീരവും മനോഹരമാക്കുന്ന കോർഫക്കാനിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കൃത്രിമ വെള്ളച്ചാട്ടത്തോടു കൂടിയ പാർക്ക് തുറന്നു. മലമ്പ്രദേശങ്ങളിൽ വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതിക്കും UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി തുടക്കം കുറിച്ചു. 11,362 ചതുരശ്ര മീറ്ററുള്ള ഷീഷ് പാർക്ക് UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു. വിശാലമായ കളിസ്ഥലം, ബാർബിക്യൂ പ്രദേശം, തണൽ മറയുള്ള 32 ഇരിപ്പിടങ്ങൾ, 70 പേർക്കിരിക്കാവുന്ന തിയേറ്റർ എന്നിവയെല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അത്തി വൃക്ഷത്തൈ ഉൾപ്പെടെ നട്ടുപിടിപ്പിച്ച് പരിസ്ഥിതി സൗഹൃദ പരിപാടിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഓരോ മലയിലേക്കുമുള്ള റോഡരികിലാണ് ഇവ നട്ടുവളർത്തുക. ഈ മരങ്ങളുടെ പേരിലാവും ഈ മലകളും റോഡുകളും ഇനി അറിയപ്പെടുക. വംശനാശ ഭീഷണി നേരിടുന്നതും മരുഭൂമിയിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതുമായ മരങ്ങളാണിത്. കോർഫുഖാനിലെ വിവിധ മേഖലകളിൽ വൃക്ഷത്തൈകളും നടും. മരുഭൂമിയിലെ ജീവജാലങ്ങൾക്ക് സുരക്ഷിത ആവാസ വ്യവസ്ഥയൊരുക്കാനും മരങ്ങൾ സഹായിക്കുമെന്നും ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ പറഞ്ഞു. അത്തി, ഗാൽ, ഹങ്ക, ഹാല, മർഷ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ കുറ്റിപ്പനി ഉൾപ്പെടെ വളർത്താനുള്ള പദ്ധതി വിജയകരമായി മുന്നേറുകയാണ്. കോർഫുഖാനിലെ അതിപുരാതനമായ ജനസമൂഹം താമസിച്ചിരുന്ന നജാദ് അൽ മക്സർ ഗ്രാമവും ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ സന്ദർശിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 13 വീടുകൾ ഇവിടെയുണ്ട്. ഗ്രാമത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സന്ദർശകർക്ക് ഇവിടത്തെ പരമ്പരാഗത ജീവിതശൈലിയും ആളുകളെയും മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. OICC മുസാമിയ യൂണിറ്റ് ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് കൈമാറ്റ ചടങ്ങ് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് കോവിഡ് കാലത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കുള്ള ആദരവിനുള്ള ചടങ്ങും സംഘടിപ്പിച്ചു. എല്ലാ കാലത്തും പ്രവാസലോകത്തെ കലാസാംസ്കാരിക സാമൂഹിക മേഖലകളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന OICC മുസാമിയ ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഈ പ്രതിസന്ധി സമയത്ത് പോലും മനുഷ്യത്വം നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. കൊറോണ കാലത്ത് മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി പ്രവർത്തിച്ചവരെയാണ് ഇത്തവണ ആദരിച്ചത്. മുസാമിയയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജയൻ മാവള അധ്യക്ഷത വഹിച്ചു. സജീർ പൂന്തറ, ബാലുക്കുട്ടൻ, ഷെഫീഖ് പൂരക്കുന്നിൽ, നിസാർ പള്ളിക്കശ്ശേരിൽ എന്നിവർ കോവിഡ് കാലത്ത് സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ റഹീം കൊല്ലം, സുനിൽ മുത്താന, മോഹൻദാസ് കടക്കാവൂർ, ഹുസൈൻ ചേലക്കര, ഷാനവാസ്, നിസാം പാരിപ്പള്ളി, ശ്യാംകുമാർ, പ്രമോദ് കോഴിക്കോട് എന്നിവർക്ക് ഉപഹാരം കൈമാറി. ജീവകാരുണ്യ ഫണ്ട് അബ്ദുൽ സലീം അർത്തിയിൽ ജീവകാരുണ്യ വിഭാഗം കൺവീനർ സുനിൽ മുത്താനിക്ക് കൈമാറി. ചടങ്ങിന് രാജീവ് ചെങ്ങന്നൂർ നേതൃത്വം നൽകി. പ്രവാസ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളുമായി ഗൾഫ് ലൈഫ്. കോവിഡ് സാഹചര്യത്തിൽ സ്വന്തം നാട്ടിൽ താമസ സ്ഥലത്തിരുന്ന് ജോലി ചെയ്യുന്നവരെ ലക്ഷ്യമിട്ട് ദുബായ് ടൂറിസം ആൻഡ് കൊമേഴ്സ് മാർക്കറ്റിംഗ് വകുപ്പ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. റിമോട്ട് വർക്കിംഗ് പ്രൊഫഷണലുകൾക്ക് ദുബായിൽ താമസിച്ച് മറ്റു രാജ്യങ്ങളിലുള്ള തങ്ങളുടെ ജോലി ചെയ്യാം. ലോകത്തെമ്പാടുമുള്ള പ്രൊഫഷണലുകളെ ദുബായിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്. റിമോട്ട് വർക്കിംഗ് പ്രൊഫഷണലുകൾക്ക് ദുബായിൽ താമസിച്ച് മറ്റു രാജ്യങ്ങളിലുള്ള തങ്ങളുടെ ജോലി ചെയ്യാം. അവരുടെ കുടുംബാംഗങ്ങൾക്കും വാർഷികാടിസ്ഥാനത്തിൽ ദുബായിലേക്ക് താമസം മാറ്റാനുമാകും. താൽപര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. കോവിഡിനെ തുടർന്ന് രാജ്യാന്തര തലത്തിൽ തൊഴിൽ മേഖലയിലുണ്ടായ ഡിജിറ്റൽ സാധ്യതകൾ കൂടി കണക്കിലെടുത്താണ് ദുബായിൽ റിമോട്ട് വർക്കിംഗ് വിസ പദ്ധതി ആരംഭിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾക്ക് യോജിച്ച പുതിയ സംവിധാനം ദുബായിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ സഹായകമാകുമെന്നും ദുബായ് എക്കണോമി ഡയറക്ടർ ജനറൽ സമി അൽ കംസി പറഞ്ഞു. പാസ്പോർട്ടിന് ചുരുങ്ങിയത് 6 മാസ സാധുത വേണം. 3 മാസത്തെ പേ സ്ലിപ്പ്, 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ സഹിതം വേണം അപേക്ഷിക്കാൻ. ജോലി ചെയ്യുന്ന സ്ഥാപനവുമായുള്ള 1 വർഷത്തെ തൊഴിൽ കരാറിന്റെ പകർപ്പ്, അപേക്ഷകൻ കമ്പനി ഉടമയാണെങ്കിൽ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖ, 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയും നൽകണം. പ്രതിമാസം ചുരുങ്ങിയത് $5000 ശമ്പളമുള്ളവർക്ക് പുതിയ പദ്ധതിയിൽ അപേക്ഷിക്കാം. UAE കെട്ടിടങ്ങളിൽ നിന്ന് അഗ്നിശമന സംവിധാനം ഒഴിവാക്കിയാൽ 1 വർഷത്തിൽ കുറയാത്ത തടവോ 50,000 ദിർഹം പിഴയോ ശിക്ഷ ഏർപ്പെടുത്തി ദുബായ് ഭരണകൂടം. കെട്ടിടങ്ങളിൽ നിന്ന് അഗ്നിശമന സംവിധാനം സ്ഥാനമാറ്റം വരുത്തിയാലോ കേടുപാടുകൾ വരുത്തിയാലോ ശിക്ഷ ഉറപ്പാക്കും.
UAE-യിൽ കെട്ടിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സംവിധാനം നീക്കം ചെയ്താൽ 1 വർഷത്തിൽ കുറയാതെ തടവോ 50,000 ദിർഹം പിഴയോ ശിക്ഷയുണ്ടാകും. ഉപകരണങ്ങൾ സ്ഥാനമാറ്റം വരുത്തിയാലും കേടുവരുത്തിയാലും ശിക്ഷ ലഭിക്കും. സുരക്ഷാ ചട്ടങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് UAE അറ്റോർണി ജനറൽ ഓഫ് വ്യക്തമാക്കി. ചുമതലപ്പെട്ട വ്യക്തിയോ സ്ഥാപനമോ അഗ്നിശമന സംവിധാനം സ്ഥാപിക്കാതിരിക്കുകയോ ആവശ്യഘട്ടങ്ങളിൽ പ്രവർത്തനക്ഷമമല്ലെങ്കിലോ നടപടിയുണ്ടാകും. 1 വർഷത്തിൽ കുറയാതെ തടവോ ചുരുങ്ങിയത് 10,000 ദിർഹമോ ആണ് ശിക്ഷ. കാലാവധി കഴിഞ്ഞ ഉപകരണങ്ങൾ മാറ്റിയില്ലെങ്കിലും നടപടിയുണ്ടാകും. ഊർജിത പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കെട്ടിടങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ച് താമസക്കാർക്ക് ബോധവൽക്കരണം നൽകാനും തീരുമാനിച്ചു. തീപിടുത്ത ദുരന്തങ്ങൾ ഒഴിവാക്കാൻ രാജ്യത്തെ എല്ലാ പാർപ്പിട വ്യാപാര കേന്ദ്രങ്ങളിലും സ്മാർട്ട് പ്രതിരോധ കവചം ഒരുക്കുന്നുണ്ട്. തീയോ പുകയോ പടർന്നാൽ ഉടൻ അലാറം റിസീവിംഗ് സെന്ററിൽ വിവരമെത്തും. അപകടമുണ്ടായ സ്ഥലം, അപകട വ്യാപ്തി, എത്താനുള്ള എളുപ്പവഴി എന്നിവ കൃത്യമായി നിർണ്ണയിക്കാനും അടുത്തുള്ള സിവിൽ ഡിഫൻസ് കേന്ദ്രങ്ങളുടെ സേവനം ഏകോപിപ്പിക്കാനും കഴിയും. അടുത്ത വർഷമാകുമ്പോൾ 1.5 ലക്ഷം കെട്ടിടങ്ങളിൽ ഇത് നടപ്പാക്കും. വിസ തട്ടിപ്പിനിരയായ പ്രവാസി ഒടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. എറണാകുളം വൈറ്റില സ്വദേശി അശ്വിൻ പുത്തൻപറമ്പിലാണ് സുമനസ്സുകളായ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയത്. തിരുവനന്തപുരത്തെ ഒരു ട്രാവൽ ഏജന്റ് വഴി റിയാദിൽ ഡ്രൈവർ വിസയിലെത്തി ദുരിതത്തിലായ അശ്വിൻ പ്രവാസി മലയാളി ഫെഡറേഷൻ പ്രവർത്തകനായ ജിബിൻ സമദ് കൊച്ചിയെ ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. ചെറിയ വാഹനത്തിന്റെ ഡ്രൈവറായി റിയാദിലെ സ്വകാര്യ കമ്പനിയിലെത്തിയ BBA ബിരുദധാരിയായ ഇദ്ദേഹത്തെ ടാങ്കർ ലോറി ലൈസൻസില്ലാതെ ഓടിക്കാൻ നിർബന്ധിതനാക്കുകയായിരുന്നു. വാഹനത്തിന്റെ എഞ്ചിൻ കേടായതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ജോലിയും ശമ്പളവുമില്ലാതെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തതിനെ തുടർന്ന് PMF ഭാരവാഹികൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഫൈനൽ എക്സിറ്റ് നേടി. വിസ തട്ടിപ്പിൻ്റെ ഇടയിൽ വന്ന് കറക്റ്റ് 10 മാസമായപ്പോൾ എനിക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നു. അങ്ങനെയാണ് ഞാൻ PMF-നെ ബന്ധപ്പെടുന്നത്. വളരെ നിസ്സാരം ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സിറ്റ് കിട്ടുകയും അതുപോലെ എന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് വിടുകയും ഉള്ള അവസരം വരെ അവരുണ്ടാക്കി തന്നു. വളരെ വളരെ അധികം സന്തോഷം. ജിബിൻ സമദ്, ജോൺസൺ മാർക്കോസ്, റസൽ, അസ്ലം പാലത്ത്, ബിനു കെ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് സംഘടന നൽകിയ ടിക്കറ്റിൽ സ്പൈസ് ജെറ്റ് വിമാനത്തിൽ നാട്ടിലേക്ക് യാത്രയായി. 2.5 വർഷം മുമ്പ് റിയാദിൽ ഹൗസ് ഡ്രൈവർ വിസയിലെത്തി ദുരിതത്തിലായ അൻസാർ നാട്ടിലേക്ക് മടങ്ങി. തൃശൂർ കരുവന്നൂർ സ്വദേശിക്കാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നാടടയാൻ സാധിച്ചത്. ഡ്രൈവറായി വന്ന വീട്ടിൽ ശമ്പളമോ കൃത്യമായ ഭക്ഷണമോ ഉറക്കമോ ലഭിക്കാതെ ബുദ്ധിമുട്ടിയ അൻസാർ സ്പോൺസറുടെ നിർദ്ദേശത്തെ തുടർന്ന് നിരവധി ബന്ധുവീടുകളിൽ പണിയെടുക്കേണ്ടി വന്നു. രാപ്പകലില്ലാതെ പണിയെടുത്തെങ്കിലും കൃത്യമായി ശമ്പളം ലഭിക്കാതെ അൻസാർ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുകയായിരുന്നു. സ്പോൺസറോട് പലതവണ തന്റെ പ്രയാസങ്ങൾ ബോധിപ്പിച്ചെങ്കിലും പരിഗണന ലഭിക്കാതെ വന്നപ്പോൾ അൻസാർ ഗൾഫ് മലയാളി ഫെഡറേഷനെ സമീപിക്കുകയായിരുന്നു. ജീവകാരുണ്യ കൺവീനർ അയ്യൂബ് കരിപ്പടന വിഷയത്തിൽ ഇടപെടുകയും സ്പോൺസറുമായി നിരന്തരം ബന്ധപ്പെട്ടു എക്സിറ്റ് നേടിയെടുത്തു. 2.5 വർഷക്കാലം വളരെ ദുരിതത്തിലായിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ജീവകാരുണ്യ കൺവീനർ അയ്യൂബായിയുടെ ഇടപെടലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നാട്ടിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കിയത്. തുടർന്ന് ഗൾഫ് മലയാളി ഫെഡറേഷൻ നൽകിയ ടിക്കറ്റിൽ റിയാദിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനത്തിൽ അൻസാർ കഴിഞ്ഞ ദിവസം നാടണഞ്ഞു. ഗൾഫ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകരായ റാഫി പാങ്ങോട്, അയ്യൂബ് കരിപ്പടന, വിപിൻ തുടങ്ങിയവർ സഹായത്തിനുണ്ടായിരുന്നു. ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. പ്രവാസ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആഘോഷ കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.